പ്രണാമം. എൻ്റെ പേര് സദ്ഗുരു രമാദേവി അമ്മ. മിക്കവർക്കും അറിയാം, കേരളത്തിൽ അനേക ആൾക്കാർക്ക് അറിയാം. യജ്ഞാചാരി എന്നുള്ള നിലയ്ക്കും യോഗീശ്വരാശ്രമത്തിൻ്റെ പ്രഭാകര സിദ്ധിയോഗി എന്ന് പറയുന്ന മഹർഷിയുടെ ആ മഠത്തിൻ്റെ മഠാധിപതി എന്നുള്ള നിലയ്ക്കൊക്കെ അറിയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂരപ്പൊങ്കാല ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിലാണ്. അതായത് മൈനാഗപ്പള്ളി, വടക്കൻ മൈനാഗപ്പള്ളി കണ്ണകിപുരം ദേവീക്ഷേത്രം സുപ്രസിദ്ധമാണ്. ആദി പരാശക്തിയായ അമ്മയാണ് ഇവിടെ കുടികൊള്ളുന്നത്. വളരെ അതിശയകരമായ അനുഭവങ്ങളാണ് ഞാനിവിടെ വരുമ്പോൾ തൊട്ട് എനിക്കുണ്ടാകുന്നത്. കാര്യം നമ്മുടെ ഈ മധ്യ കേരളത്തിൽ ഇങ്ങനെ ഒരു ശക്തി സ്ഥാനം ഒട്ടനവധി പേർക്കും എനിക്ക് തോന്നുന്നു കൂടുതൽ ആരാധിക്കപ്പെടുന്നില്ലെന്ന് വേണം പറയാൻ. പക്ഷേ ഒരു 5 കിലോമീറ്ററിനപ്പുറം വരുമ്പോൾ തൊട്ട് ജനങ്ങൾ കണ്ണകിപുരത്താണ് വഴി കാണിച്ചു തന്നു. എന്താണ് ഈ സംഭവം എന്ന് നമുക്കിപ്പോഴും ഇനിയൊന്ന് നമുക്ക് ചിന്തിക്കാം. അതായത് ഇവിടെ നിന്ന് കിട്ടിയ അറിവനുസരിച്ച് കൊടുങ്ങല്ലൂർ അമ്മ ആദ്യമേ കുടികൊണ്ട ഒരു സ്ഥാനമാണ് ഈ വീടെന്നാണ്, മഠമെന്നാണ് ഇതിന് പറഞ്ഞിരുന്നത്. പിന്നീടാണ് ആറ്റുകാലൊക്കെ വളരെ പ്രസിദ്ധമായ രീതിയിലേക്ക് അങ്ങോട്ട് പോകുന്നത്. അമ്മയ്ക്ക് തന്നെ ഇവിടെ ധാരാളം ഏക്കർ ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെ ഇങ്ങനെ പരിപാലിച്ച് കൊണ്ടുപോകുന്ന ആ മഹത്വം അറിഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത്. നമ്മൾക്ക് ശക്തിയാണ് ഇക്കാലത്ത് ഇല്ലാതെ പോകുന്നത്. ഇപ്പം നമ്മൾ ആറ്റുകാൽ പൊങ്കാല തന്നെ കണ്ടില്ലേ, ഇത്രയും അമ്മമാരവിടെ വന്ന് അത് ശക്തിപൂർണ്ണമായിട്ട് ആ നിവേദ്യം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രധാനമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ലോകം നന്നാവുകയാണ്, ഭൂമിയിൽ ശക്തി ഉണ്ടാവുകയാണ്. ശക്തി ക്ഷേത്രം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമ്മളൊരു ഒരു വലിയ തന്ത്രം ഇല്ലെങ്കിൽ പോലും ഞാൻ അനുഭവിച്ചറിഞ്ഞത്, കാരണം ഞാൻ ശ്രീചക്രം ഉപാസിക്കുന്ന വ്യക്തിയാണ്. നവാഹത്തിന് ആചാര്യയായിട്ടും ഭാഗവത സപ്താഹ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരെ യജ്ഞം ചെയ്തിട്ടുള്ള ആളാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ നാടുനീങ്ങിയ തമ്പുരാൻ മാർത്താണ്ഡവർമ്മ തമ്പുരാൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ട്. പക്ഷേ അവിടെയൊക്കെ നമുക്ക് ചില താന്ത്രിക ചടങ്ങുകൾ വേണം ചില ക്ഷേത്രങ്ങളിൽ. പക്ഷേ ഇതല്ല. ഇവിടെ വന്ന് നടന്നു പോകുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തേക്ക് പോകുന്ന പോലെയാണ്. ഈ നിൽക്കുന്ന ഗ്രൗണ്ടിൻ്റെ അങ്ങേ അറ്റത്താണ് ക്ഷേത്രം. അവിടെ യോഗീശ്വരൻ എന്ന് പറയുന്ന ഇരിക്കുന്ന ഇവിടുത്തെ തപസ്വിയാണ്. പക്ഷെ നമ്മൾ സാധാരണ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആരും മൈൻഡ് ചെയ്യത്തില്ല, ദേവിയെ തൊഴും. പക്ഷെ ഒരു തപസ്വി ഇവിടെ കുടികൊള്ളുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ ഫലമായിട്ടാണ് ദേവത ഇവിടെ നിൽക്കുന്നത് തന്നെ. പിന്നെ ഒരു ബ്രഹ്മരക്ഷസ്, മഠം എന്നല്ലേ പേര്. നമുക്ക് പണ്ട് പൂർവികമായിട്ട് പരശുരാമനെ കൊടുത്തിട്ട് 4 നമ്പൂതിരി ശാഖകൾക്ക് കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ആകാം, സ്വാഭാവികമാണ്. മഠങ്ങളാണ് പിന്നീട് അവരുടെ വെച്ചാശ്രയങ്ങളാണ് ആകുന്നത്. പക്ഷെ ഇപ്പം ഇവിടെ അതല്ല. ഇവിടെ സാർവലൗകികമായ ഒരു അനുഭവം എല്ലാവർക്കും കിട്ടുന്ന ഒരു ദേവത ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഈ അമ്മമാരിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഉള്ള സ്ഥലത്ത് എല്ലാവരും അവരെ അറേഞ്ച് ചെയ്യുകയാണ്. ഉള്ള സ്ഥലത്ത് എത്ര ബുദ്ധിമുട്ടിയാണ് ആ അമ്മയ്ക്ക് നിവേദ്യം കൊടുക്കാൻ, ആ ഭഗവതിക്ക് നിവേദ്യം കൊടുക്കാൻ വന്ന് ചേർന്നിരിക്കുന്ന ഇവർക്കെല്ലാം നന്മ വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അവർക്കെല്ലാം അവരുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാൻ പ്രാപ്തിയുള്ള ദേവതയാണ് ഇവിടെ ഇരിക്കുന്നത്. വെറുതെ പറയുകയല്ല. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ചത് ക്ഷേത്രമുള്ള വീട്ടിൽ, ഞാൻ വളർന്നത് അങ്ങനെ. എൻ്റെ ഗുരു എന്ന് പറയുന്ന 700 വർഷത്തിന് മുമ്പ് പൂജാതനായ പ്രഭാകര സിദ്ധിയോഗി എന്നാണ്. അദ്ദേഹം ഉപാസിച്ച ശ്രീചക്രമാണ് ഉപാസിക്കുന്ന വ്യക്തിയാണ്. അമ്മയ്ക്ക് തന്നെ വയസ്സ് എത്രയുണ്ട്? 78ഓളം വയസ്സുണ്ട്. പക്ഷേ ശക്തി എന്താണെന്നും ദേവതകൾ എന്താണെന്നും സ്ഥാനമാഹാത്മ്യം എന്താണെന്നും നല്ലപോലെ അറിയാം. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടി നേരത്തെ തന്നെ ഇപ്പം ഹരിപ്പാട് നിന്ന് ഇവിടെ വരണമെങ്കിൽ എത്ര നേരത്തെ വരണം. ഇത് വളരെ മെച്ചപ്പെടണം. ജനങ്ങൾക്ക് നമുക്കില്ലാത്തതൊരു അഭയസ്ഥാനമില്ല. നമ്മുടെ മനസ്സെല്ലാം അരക്ഷിതാവസ്ഥയില്ല. വെറുതെ നമ്മൾ പുറമേ വളരെ പെർഫോമഡായെന്ന് കേരളം പറയുന്നതേ ഉള്ളൂ. എല്ലാവരും ഭയമാണ്. ഭയമുള്ളതുകൊണ്ടല്ലേ എല്ലാവരും പറയുന്ന പ്രഷർ കൂടിയെന്ന്. പ്രഷറും ഷുഗറും ഒക്കെ പോകും. നമ്മൾ വെറും മനുഷ്യരാണ്, കേവലപ്പെട്ട മനുഷ്യർ. നമ്മൾ അഭയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്, സറണ്ടർ ചെയ്യുകയാണ് പ്രകൃതിയുടെ മുമ്പിൽ. ഇത് പ്രകൃതി പൂജയാണ്. അപ്പോൾ പ്രകൃതീശ്വരിയായിരിക്കുന്ന ആ ഭഗവതി, ആ ആദി പരാശക്തി എന്നാണ് ഇവിടെ ഒരു സഹോദരൻ പറഞ്ഞത്. ആ ആദി പരാശക്തിയുടെ മുമ്പിൽ വളരെ വിനയാന്യതരായിട്ട് നമ്മുടെ ഉള്ളിലെ അഹങ്മുക്തികളെല്ലാം മാറിയിട്ട് നമ്മൾ ഇക്കുറി ഞാനും ഇവിടെ എത്തി. ഇക്കുറി നമ്മൾ ചെയ്യുന്ന ഈ കർമ്മം തൊട്ട് ഇവിടം തൊട്ട് നമുക്ക് നാടിന് ഐശ്വര്യവും സമാധാനവും ആരോഗ്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്നൊരു ആശംസ ഞാൻ തരികയാണ്. ഈ പൊങ്കാലയ്ക്ക് എത്തിയിരിക്കുന്ന അമ്മമാർക്കെല്ലാം അവരുടെ പ്രാർത്ഥന ഫലിക്കട്ടെ, ഭഗവതി സാധിച്ചു കൊടുക്കട്ടെ. ഉത്സവ ചാനലാണ് ഇപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഒരുപാട് ചാനലിൽ ഞാൻ വരുന്നുണ്ട്, ഒരുപാട് ചാനലിൽ. നിങ്ങൾക്കറിയാം എൻ്റെ മുഖം. ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഭക്തിയാണ്. ഒത്തിരി ഒരു 3-4 ലക്ഷത്തോളം ആൾക്കാരിപ്പോൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അമ്മയെ കുറേ പേർക്കൊക്കെ അറിയാം. ഞാനിവിടെ എങ്ങനെ എത്തിയെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇവിടെ ദേവി എത്തിച്ചു. ഇവിടെ എല്ലാ ഐശ്വര്യവും ഈ നാടിനുണ്ടാകണം. ഇനി ഞാനും ഇവിടെ എത്തി. ഇതിൻ്റെ ഭാഗമായിട്ട് ഭഗവതിയുടെ കടാക്ഷത്താൽ ഈ നാടിനും നിങ്ങൾക്കും എല്ലാ മംഗളങ്ങളും ആശംസിക്കുകയാണ്. നല്ല ദിവസമാണ്. നല്ല മംഗളകരമായ കാര്യങ്ങൾ ഇനിയും നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ, പ്രണാമം.